ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തന്തൂരി ചിക്കന് ആവശ്യമുള്ള ചിക്കനാണിത്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ചിക്കനാണിത്. ഈ ചിക്കൻ പീസുകൾ ലെഗ് പീസ് മാത്രമല്ല, നമ്മൾ 5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ എല്ലാ പീസുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം വരഞ്ഞിട്ട് വേണത് നമ്മൾ വെക്കാനായിട്ട്. നമ്മൾ വരഞ്ഞ് വെച്ചാലാണ് നമ്മളിതിലേക്ക് നല്ലോണം മസാല പിടിക്കുള്ളൂ. നമുക്ക് ഈ വരഞ്ഞ് വെച്ച പീസിലേക്ക് നമ്മുടെ മസാല കൂട്ട് ചേർത്ത് പിടിപ്പിക്കാം. നമ്മുടെ തന്തൂരി ചിക്കനിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ് നമ്മൾ പേസ്റ്റ് ആക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരു 150 ഗ്രാം വെളുത്തുള്ളിയും 100 ഇഞ്ചിയാണ് നമ്മൾ തരുന്നത്. ഇനി ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ചിക്കനിലേക്ക് നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തൈരാണ് ഇതിലേക്ക് ആദ്യമായിട്ട് ഒഴിക്കേണ്ടത്. 1 കപ്പ് തൈരാണ് നമ്മൾ എടുത്തേക്കണത്. ആ കപ്പ് തൈര് നമുക്ക് ഒഴിക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടാവുമ്പോൾ വെള്ളമായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കടായിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ കട്ട തൈരാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. ഞങ്ങളിപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നമുക്കൊരു 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടി നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി നമുക്ക് 2 സ്പൂണാണ് വേണ്ടത്. ഞങ്ങളുടെ ചെറിയ സ്പൂണാണ്, അപ്പോൾ നമ്മൾ 4 സ്പൂൺ ഇടും. നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചാട്ട് മസാലയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ചാട്ട് മസാല നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയിൽ മതി. നമ്മൾ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഇനി ഒരു ചെറുനാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഒഴിക്കാം, അല്ലെങ്കിൽ ഇത് തിരുപ്പി കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ഒഴിച്ചിട്ട് തിരുമ്പാം. ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് നമുക്ക് ഇതിലേക്ക് നല്ലോണം മസാല പിടിക്കുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ, എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ഒന്ന് രാത്രി എല്ലാവരും കൂടി കൂടാന്ന് വെച്ച് പുറത്ത് ഗ്രില്ല് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യണത്. രസം നമുക്കിത് പിടിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഞങ്ങൾക്കപ്പോൾ ഇതൊന്ന് ആഘോഷിക്കുകയും ചെയ്യാം. കൊറോണ ആയിട്ട് നമുക്കിപ്പോൾ ഒരിക്കൽ പോയിട്ട് നമുക്കിപ്പോൾ തന്തൂരി ചിക്കനും അല്ലെങ്കിൽ ഗ്രിൽ ചിക്കനൊന്നും കഴിക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണത്. ഇതിൻ്റെ മിക്സിങ്ങിനാണ് ആ ഒരു ഇത്. നമ്മുടെ ആ ഒരു ഈ ടേസ്റ്റ് ചാട്ട് മസാലയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മെയിൻ ഒരു ടേസ്റ്റ് വരണത്. നമ്മളിപ്പോൾ ആ ചിക്കനൊക്കെ ഇങ്ങനെ നല്ലോണം വരഞ്ഞ് കൊടുത്തണ കാരണം ഈ മസാല നല്ലോണം അത് പിടിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ലോണം ഒന്ന് പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കേട്ടോ. ഇത് എത്ര നേരം വെക്കണോ അത്ര നല്ലതാണ്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ കളിയിലാണ് വെക്കേണ്ടത്. നമ്മുടെ ചിക്കൻ മസാല പരട്ടി കഴിഞ്ഞു. നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം.
നമ്മൾ തന്തൂരി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. രാത്രിയായി. ഞങ്ങൾ രാത്രിയിലത്തെ ചെറിയൊരു ആഘോഷം പോലെ ആക്കാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തന്തൂരി ചിക്കനൊക്കെ വെക്കാൻ പോകുന്നത്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഏതാണ്ട് കനലൊക്കെ ചൂടായി. ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കണം. ഞങ്ങളിനി ഇത് ചിക്കൻ വെക്കാൻ പോവാണ്. എല്ലാവരും ഭയങ്കരമായി വെയിറ്റിങ്ങിലാണ്. അമ്മയുടെ ആയി പറഞ്ഞോ. തന്തൂരി ചിക്കൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശമായില്ലേ, നല്ല മണം വേണ്ടിട്ട് നമുക്ക്. മേലെ കൂടെ നമുക്ക് സ്പെഷ്യൽ തന്തൂരി ചിക്കൻ്റെ കൂടെ പൊറോട്ട, സാലഡ്, വെജിറ്റബിൾ സാലഡ്, അതുപോലെ തന്നെ മയോണൈസ്. ഫസ്റ്റ് ട്രിപ്പ് നമ്മളെ തന്തൂരി ചിക്കനും പൊറോട്ടയും സാലഡും മയോണൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചുടങ്ങാൻ പോവാന്ന്. കുട്ടി പീസിന് ആദ്യം കൊടുക്കാൻ പോവാണ്. അതുപോലെ നമുക്ക് അടുത്ത നെക്സ്റ്റ് എല്ലാം ചെയ്തെടുക്കാം. പിള്ളേരൊക്കെ കഴിക്കൽ നോക്ക്. എങ്ങനെയുണ്ട്? ബിയോങ്കുട്ട എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടാ ചിക്കൻ. സൂപ്പർ. പറ ഇവാങ്കുട്ട എങ്ങനെയുണ്ട്? അതിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ?
മമ്മി എങ്ങനെയുണ്ട് മറിച്ചിട്ടൊക്കെ? അയ്യോ നോക്കിയേ, മറിച്ചിട്ട് മമ്മിയെ. അങ്ങനെ മറക്കി അങ്ങനെ